ശ്രീ ഗായത്രി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റിച്ചിങ്ങായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറക്കരുത് കേട്ടോ. നമുക്കൊരു തുണി കൈ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇതൊരു പ്ലെയിൻ തുണിയാണ് കേട്ടോ. ഈ പ്ലെയിൻ തുണി പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മടക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ഇതൊരു ബ്ലൗസിൻ്റെ ബിറ്റാണ്. അപ്പോൾ അത് കരയും കൂടി ചേർന്ന് വരത്തക്ക രീതിയിലാണ് ഈ തുണി മടക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് മുകളിൽ ബോഡി പാർട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ തുണി എങ്ങനെ മടക്കേണ്ടതെന്ന് മാത്രം, ഓരോ തുണിയുടെയും പ്രത്യേകതയും അത് മടക്കേണ്ട രീതി മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് ഇനി വേറൊരു തുണി എടുക്കാം കേട്ടോ. ഇതൊരു ലൈനിങ് തുണി വേണ്ട ഒരു തുണിയാണ് കേട്ടോ. ഇതിൽ ഈ പ്രിൻ്റ് നോക്കൂ. ഈ പ്രിൻ്റ് ഒരേപോലെ തന്നെ പ്രിൻ്റാണ്. അതിൽ പ്രത്യേകിച്ച് ഷേപ്പോ തന്നെ അതൊന്നുമില്ല. അപ്പോൾ ഈ പ്രിൻ്റ് എങ്ങനെ വെച്ച് തയ്ച്ചാലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതും പ്രത്യേകിച്ച് ഒരേ ലെവലിൽ വെക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കരഭാഗം ചേർന്ന് വരത്തൊക്കെ എത്തിയിട്ട് നാലായിട്ട് മടക്കാം. ഇപ്പം മടക്കണേക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയണില്ല. തുണിയുടെ പ്രിൻ്റ് നോക്കിയിട്ട് വേണം നമ്മൾ മടക്കാൻ. അപ്പോൾ പെട്ടെന്ന് മടക്കി തയ്ച്ച് പോയാൽ ഒരു ഭാഗം നല്ല ഭാഗം ശരിക്ക് വരും, ഒരു ഭാഗം തലതിരിഞ്ഞ് വരും. അതുകൊണ്ട് പ്രിൻ്റ് നോക്കിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ നോർമൽ തുണിയായതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു കോട്ടൺ തുണി കേട്ടോ. ഇതിൽ ലൈനിങ് ഒന്നും വേണ്ടാത്തൊരു കോട്ടൺ തുണിയാണ്. ജസ്റ്റ് ഒരു പ്രിൻ്റ് ഉണ്ട്. പക്ഷേ ഈ പ്രിൻ്റ് തന്നെ സൂക്ഷിച്ച് പ്രിൻ്റ് നോക്കി നോക്കൂ. ഈ പ്രിൻ്റിലൊന്നും ഒരേപോലത്തെ പ്രിൻ്റ് തന്നെയാണ്. തലതിരിഞ്ഞ പോലെ പൂവിന് തണ്ടോ അങ്ങനെയൊന്നും ഇല്ലാത്ത പൂക്കൾ ഒരേപോലെ പൂക്കളാണ്. അപ്പോൾ ഇതും കറക്റ്റായിട്ട് ഇന്ന രീതിയിൽ മടക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പോലെ നാലായിട്ട് മടക്കണം. ഇത് തുണി കെട്ടിയാൽ നാലായി മടക്കണം. അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ തുണിയുടെ പ്രത്യേകത മാത്രമേ പറയുള്ളൂ കേട്ടോ. ഇതിലൊരു പ്രത്യേകിച്ച് ഒരേപോലെ പ്രിൻ്റ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ തുണി മടക്കിയാലും കുഴപ്പമില്ല, ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി വേറൊരു തുണി നമുക്ക് കാണിച്ചു തരാം. ഇതൊരു ചുരിദാറിൻ്റെ ബിറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ചുരിദാർ ബിറ്റാണ്. 2.5 മീറ്റർ തുണിയാണിത്. അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ. അതിൽ ഡിസൈൻ മുകളും ഭാഗം നോക്കി നിൽക്കണ പോലത്തെ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ചുരിദാർ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാലും ഈ പ്രിൻ്റ് മുകളിലേക്ക് വരത്തക്ക രീതിയിലായിരിക്കണം. അല്ലാതെ ഇത് ശരിയല്ലാതെ മടക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തല തിരിഞ്ഞു പോകും. അതായത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിൻ്റ് മുകളിലേക്ക് വരുന്ന പോലെ നല്ല പ്രിൻ്റ് എന്ത് പൂവാണോ പിക്ചറാണോ അത് കറക്റ്റായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ തുണി മടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നോക്കി നോക്കൂ. ഇത് കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് തിരിച്ചിട്ട് നോക്കാം. നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡിസൈൻ എങ്ങനെ ആവും നോക്കി നോക്കൂ. തല തിരിഞ്ഞു പോയില്ലേ? ഇപ്പോൾ ഡിസൈൻ കണ്ടില്ലേ? തല തിരിഞ്ഞു. അപ്പോൾ നമ്മൾ അടിച്ച് വരുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ പോലെ ഡിസൈനായിട്ടാണ് വരിക. അത്ര പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല എങ്കിലും ഒരുവിധം ടൈലർമാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ആവാം ആദ്യത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയോ, വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെ തല തിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഏത് ഭാഗത്തൊക്കെയാണോ കറക്റ്റായിട്ട് പിക്ചർ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ തുണി മടക്കിയിട്ട് അടിക്കുന്നത് കേട്ടോ. ഇതാ വേറൊരു തുണി കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ തുണിയിൽ ഒരേപോലെ പ്രിൻ്റ് വന്നാൽ ഒരെണ്ണം മുകളിലേക്കാണ്, ഒരെണ്ണം താഴത്തേക്കാണ്. അങ്ങനെയാണ്. ഒരെണ്ണം താഴത്തേക്ക്, ഒരെണ്ണം മുകളിലേക്കാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ തുണി കിട്ടുകയാണെങ്കിൽ പ്രിൻ്റ് നോക്കുമ്പോൾ ഒരേപോലെ ഒന്ന് താഴത്തേക്ക് ഒന്ന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. പ്രിൻ്റ് നോക്കിയിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെട്ടാം. മടക്കിയിട്ട് നോർമലായിട്ട് വെട്ടണ പോലെ തന്നെ വെട്ടാം. ഇത് വേറൊരു തുണിയാട്ടോ. ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരേപോലത്തെ തുണി ഡിസൈൻ കാണുമ്പോൾ വ്യത്യാസമുള്ളത് പോലെ വെച്ചാലും ഇതെങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല. കാരണം ഒരേപോലത്തെ പ്രിൻ്റ് പോലെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇതെങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വെട്ടാവുന്ന ഒരു തുണി കൂടി കേട്ടോ.
ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഈ ഒരു തുണിയിൽ നോക്കി നോക്കൂ കേട്ടോ, പ്രിൻ്റ് ഉണ്ട്. ഇത് നമ്മൾ അപ്പം തന്നെ ഒരു തുണി ആദ്യം കയ്യിൽ കിട്ടിയാൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അളവുണ്ടോ നോക്കണം. പിന്നെ പ്രിൻറ്റിൻ്റെ വെട്ടണതിന് മുമ്പ് അതിൻ്റെ പ്രിൻ്റ് നോക്കണം കേട്ടോ. ഇപ്പോൾ നോക്കി നോക്കൂ, പെട്ടെന്ന് നോക്കുമ്പോൾ പ്രിൻ്റ് ഇതൊരു പൂവും ലീഫും ഫ്ലവറും ഒക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ അതിൽ തണ്ടൊക്കെ നോക്കി നോക്കും ഇതിൽ. പക്ഷേ ഒരെണ്ണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലൈനിൽ അടുത്ത റോയിൽ ഇങ്ങനെ ഇരിക്കുന്ന തല തിരിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല. അത് കാരണം ഒരേ ഡയറക്ഷനിലേക്കാണ് ഡിസൈനിൻ്റെ പോക്ക് എന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ആ ഡിസൈൻ അതേപോലെ വരത്തക്കനെ വേണം മടക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇത് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. കാരണം ഒരു ലൈൻ മുകളിലേക്കാണ് ലീഫും ഫ്ലവറും പറഞ്ഞാൽ ഒരു ലൈനിൽ താഴത്തേക്കാണ് ഫ്ലവറും ലീഫും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ തുണി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വ്യത്യാസമൊന്നും അറിഞ്ഞില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല. പക്ഷേ നമുക്കിതിൽ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. പ്രിൻ്റ് നോക്കി നോക്കൂ, ലീഫാണ്, മുകളിലേക്കാണ് ലീഫ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ലീഫൊക്കെ മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലേക്ക് ലീഫ് വരുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ലീഫ് തിരിഞ്ഞ് പോവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ലീഫും മുകളിലേക്കാണ് വരുന്നത്. മൂന്ന് ലീഫ് കൂടുക, അത് മുകളിലേക്കാണ് വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ മടക്കണം, മുകളിലേക്ക് വരുന്ന പോലെ, നമ്മൾ മുകൾ ഭാഗത്തേക്ക് ലീഫ് വരുന്ന പോലെ മടക്കണം. അതേസമയം നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ടാണ്, ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ തുണി. ഇപ്പോൾ നോക്കി നോക്കൂ, നമ്മൾ വെട്ടാൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലീഫ് എങ്ങനെയാണ് വരുന്നത് നോക്കി നോക്കൂ. താഴത്തേക്കല്ലേ വരുന്നത് ലീഫ്. അത്ര പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു തൃപ്തിയാവില്ലേ, നമുക്കൊരു തൃപ്തി ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ലീഫ് താഴത്തേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം പ്രിൻ്റ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഈ തുണിയിൽ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ തുണിയിൽ നോക്കി നോക്കൂ, എല്ലാ ഡിസൈനും മുകളിലേക്കാണ്. സൂക്ഷിച്ച് നോക്കി നന്നായിട്ട് അറിയാം കേട്ടോ. ക്യാമറയിൽ കാണണ്ടോ എന്തോ നോക്കട്ടെ. ഇതപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആകുമ്പോൾ മുകളിലേക്ക് പൂ വരുന്ന പോലെയുണ്ട്. ആ ഡിസൈൻ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ മുകളിൽ ബോഡി പാർട്ട് മാർക്ക് ചെയ്യണം. പക്ഷെ ആദ്യം തുണി നമ്മൾ മടക്കണം നല്ല വൃത്തിയിൽ. അപ്പോൾ ഇപ്പോൾ നോക്കി നോക്കൂ, എല്ലാ പ്രിൻ്റും ഒരേ സൈഡ് മുകളിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം നമ്മളിതിൻ്റെ താഴത്തെ ഭാഗം നോക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ വയ്ക്കത്തക്ക ഇങ്ങനെ ഒരേപോലെ രീതിയിൽ ഒരേപോലെ ഫ്ലവേഴ്സ് മുകളിലേക്ക് വരുന്ന പോലെ നിന്നിട്ട് വേണം, അതിൽ വേണം ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ, ആദ്യത്തെ തുണി കട്ട് ചെയ്യാൻ. ഇനി നമുക്കിതിൻ്റെ എങ്ങനെ കട്ട് ചെയ്യരുത് ഈ തുണി എന്നുള്ളത് കൂടി നോക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ മനസ്സിലായി. തുണി നോക്കി നോക്കൂ. ഇപ്പോൾ ഈ ഡിസൈൻ താഴത്തേക്കാണ് വരുന്നത് കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ചത് മുകളിലേക്ക് വരുന്നുണ്ട്. ഈ ഭാഗം നോക്കിയപ്പോൾ താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിട്ട് കഴിഞ്ഞാലും ഈ ഡിസൈൻ താഴത്തേക്ക് വരുന്ന പോലെയാവും. ഇങ്ങനെ മടക്കിയ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു തുണി കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം തുണീൻ്റെ തുണി നമുക്ക് പറ്റിയ അളവിൽ തയ്ക്കാനുള്ള തുണി ഉണ്ടോ നോക്കുക മാത്രമല്ല, അതിനോട് കൂടെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് വേണം അതിൻ്റെ പ്രിൻ്റ് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും വെട്ടാൻ കേട്ടോ. താങ്ക് യു.